എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ മുടിക്ക് ഉള്ളു കൂടാൻ ഏത് ഹെയർ പാക്ക് ആണ് ഉപയോഗിക്കേണ്ടതെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ റുട്ടീനിൽ ഈ ഒരു ഹെയർ പാക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും റിസൾട്ട് കിട്ടും. ഇപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ സ്കാൽപ്പിൽ നന്നായിട്ട് മുടിക്ക് ഉള്ളുണ്ട്, താഴത്തേക്ക് വരുമ്പോൾ ഇങ്ങനെ കോല് പോലെ ആവുന്ന പ്രശ്നമാണെങ്കിൽ നിങ്ങൾ ഈ പാക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. എന്തായാലും ഞാൻ ആദ്യം മുതലേ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു മൂവി ആയിരുന്നു കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഡേ തന്നെ കാണണം എന്നുള്ളത് ഒരു ആഗ്രഹമായിരുന്നു. അപ്പോൾ എന്തായാലും കണ്ടു. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ 30 ഡേയ്സ് ഹെയർ ഗ്രോ ചലഞ്ചിൽ ഇന്ന് ഡേ 15 ആണ്. അപ്പോൾ നമ്മുടെ ചലഞ്ച് കറക്റ്റ് പകുതി ആയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ എൻ്റെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഹെയർ പാക്ക് ആണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അങ്ങനെ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ ഏത് പാക്കാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്നുള്ളത്. ആ പാക്ക് തന്നെയാണ് കേട്ടോ. നമ്മളിന്ന് കരിഞ്ജീരകം ഹെയർ പാക്ക് ആണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. എൻ്റെ ഹെയർ കെയറിൽ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഏറ്റവും കൂടുതൽ റിസൾട്ട് തന്നിട്ടുള്ള ഒരു ഹെയർ പാക്ക് ആണ് ഇത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യം, മുടിക്ക് ഉള്ളു കൂടാൻ വേണ്ടിയിട്ട് ഏത് പാക്കാണ് ഉപയോഗിക്കേണ്ടതെന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു പാക്ക് നമുക്ക് മുടിക്ക് ഉള്ളു കൂടാൻ നന്നായിട്ട് സഹായിക്കുന്ന ഒരു ഹെയർ പാക്ക് ആണ് കേട്ടോ. എന്ന് കരുതി ഈ ഒരു പാക്ക് മാത്രം ഉപയോഗിക്കുക എന്നുള്ളതല്ല. ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ കറക്റ്റ് ആയിട്ട് നിങ്ങളൊരു ഹെയർ കെയർ റുട്ടീൻ സെറ്റ് ചെയ്യുക. അതിനകത്ത് ഈ ഒരു പാക്കും കൂടി ഉൾപ്പെടുത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ല റിസൾട്ട് തന്നെ കിട്ടും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഹെയർ പാക്ക് തയ്യാറാക്കേണ്ട രീതിയൊക്കെ നമ്മൾ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ആദ്യം മുതലേ ഫോളോ ചെയ്യുന്നവർക്ക് എല്ലാവർക്കും നമ്മുടെ കരിഞ്ജീരക ഹെയർ പാക്ക് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് എന്നുള്ളതൊക്കെ അറിയാം. അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോവാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെയും കാണുന്നുണ്ടെങ്കിൽ ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അജിഷ. നിങ്ങൾ വീഡിയോസൊക്കെ കണ്ടുവെക്കുക. നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണ്, യൂസ്ഫുൾ ആവുകയാണ് തോന്നുകയാണെങ്കിൽ മാത്രം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം പോയിട്ട് നമ്മുടെ ഇന്നത്തെ കരിഞ്ജീരക ഹെയർ പാക്ക് തയ്യാറാക്കാം. നമ്മുടെ ഇന്നത്തെ പാക്കിലെ മെയിൻ ഇൻഗ്രീഡിയന്റ് കരിഞ്ജീരകമാണ് കേട്ടോ. അപ്പോൾ കരിഞ്ജീരകം ഞാനിവിടെ 2 സ്പൂൺ അളവിലാണ് എടുക്കുന്നത്. നിങ്ങളും ആ ഒരു അളവിൽ തന്നെ എടുത്താൽ മതി. കരിഞ്ജീരകം കഴുകിയിട്ട് ഇടാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഞാനിത് കഴുകി ഉണക്കി വെച്ചിരിക്കുന്നതുകൊണ്ടാണ് കേട്ടോ ഡയറക്റ്റ് ആയിട്ട് ചേർത്ത് കൊടുക്കുന്നത്. കരിഞ്ജീരകത്തിന്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് ഉലുവയാണ്. ഉലുവയും കരിഞ്ജീരകം എത്രയാണോ എടുത്തത് അതേ അളവിൽ തന്നെ എടുക്കുക. അപ്പോൾ 2 സ്പൂൺ കരിഞ്ജീരകം ആണെങ്കിൽ 2 സ്പൂൺ ഉലുവ നിങ്ങൾ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് രണ്ടും നല്ലൊരു കോമ്പിനേഷൻ ആണ് കേട്ടോ. നമുക്ക് ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാൻ സഹായിക്കുന്ന 2 ഇൻഗ്രീഡിയൻസ് ആണ് ഇത് രണ്ടും. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് കുതിർക്കാൻ ഇടണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കഞ്ഞിവെള്ളമാണ് കേട്ടോ എടുക്കുന്നത്. കഞ്ഞിവെള്ളം തന്നെ ചേർക്കണമെന്ന് നിർബന്ധമില്ല. നിങ്ങൾക്ക് കഞ്ഞിവെള്ളം ചേരാത്തവരാണെങ്കിൽ കഞ്ഞിവെള്ളത്തിന് പകരമായിട്ട് വെള്ളം ചേർക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. കഞ്ഞിവെള്ളം നിങ്ങളുടെ മുടിക്ക് സ്യൂട്ട് ആവുമെങ്കിൽ കഞ്ഞിവെള്ളം തന്നെ നിങ്ങൾ ചേർത്ത് കൊടുക്കുക കേട്ടോ. അത്യാവശ്യം കഞ്ഞിവെള്ളം നിങ്ങൾ ചേർക്കണം. കാരണം ഉലുവ പൊന്തി വരുമല്ലോ. അപ്പോൾ ആ മുങ്ങിക്കിടക്കാൻ പാകത്തിനുള്ള കഞ്ഞിവെള്ളം നിങ്ങൾ ചേർത്ത് കൊടുക്കണം. അപ്പോൾ കുതിർക്കാൻ ഇടുന്ന സമയത്ത് അന്നത്തെ ദിവസത്തെ കഞ്ഞിവെള്ളം എടുത്താൽ മതി. അപ്പോൾ പിറ്റേ ദിവസമാണല്ലോ നമ്മൾ എടുക്കുക. അപ്പോൾ നമുക്ക് തലേ ദിവസത്തെ കഞ്ഞിവെള്ളം ആവുമല്ലോ. അപ്പോൾ നിങ്ങൾ കുതിർക്കാൻ ഇടുമ്പോൾ അന്നത്തെ ദിവസത്തെ കഞ്ഞിവെള്ളം എടുത്താൽ മതി. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു നൈറ്റ് നമുക്ക് ഇതുപോലെ തന്നെ വെക്കാം. അടുത്ത ദിവസം നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ഇന്നലെ കുതിർക്കാനിട്ട ഉലുവയും കരിഞ്ജീരകം ഒക്കെ നല്ല സെറ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. ഇനി നമ്മൾ അടുത്തായിട്ട് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങയാണ്. അപ്പോൾ തേങ്ങ പിന്നെ ഒരു 4 സ്പൂൺ അളവിൽ കേട്ടോ. ഒരുപാടൊന്നും ആവശ്യമില്ല. ഞാനൊരു ചെറിയ ബൗളിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഏകദേശം ഒരു 4 സ്പൂൺ അളവിലൊക്കെ ഉണ്ട്. ആ ഒരു അളവിൽ നിങ്ങൾ എടുത്താൽ മതി. ഇനി തേങ്ങ നിങ്ങളുടെ കയ്യിലില്ല, തേങ്ങ നിങ്ങളുടെ മുടിക്ക് എന്തെങ്കിലും സ്യൂട്ട് ആവാത്ത പ്രശ്നം ഉണ്ടെങ്കിൽ തേങ്ങയ്ക്ക് പകരമായിട്ട് തൈര് ഉപയോഗിക്കാം. തൈരാണെങ്കിൽ ഒരു 3 സ്പൂൺ അളവിൽ തൈര് നിങ്ങൾ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമ്മുടെ ഇന്നത്തെ പാക്ക് തയ്യാറാക്കാൻ വേണ്ടി വേണ്ടത്. അപ്പോൾ ഇനി നമുക്ക് ഇത് മൂന്നും കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ അരയ്ക്കുന്ന സമയത്ത് ഒരുപാട് തിക്കായിട്ട് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടി കഞ്ഞിവെള്ളം ചേർക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. കഞ്ഞിവെള്ളം ചേർക്കാത്തവർ വെള്ളമായാലും കുഴപ്പമില്ല. അപ്പോൾ നന്നായിട്ട് ഞാനിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഞാനിതാ ഇത് നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് തിക്കായിട്ടാണ് കേട്ടോ അരച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പാക്ക് കുറച്ച് തിക്കിൽ കിട്ടുന്നതാണ് നമുക്ക് ഏറ്റവും നല്ലത്. അപ്പോൾ ഇനി ഒരു തുണി ഉപയോഗിച്ചിട്ട് നമുക്കിത് അരിച്ചെടുക്കാം. അപ്പോൾ ഇങ്ങനത്തെ പാക്ക് അരിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ. ഇങ്ങനത്തെ പാക്ക് ചെയ്യുന്ന സമയത്ത് എല്ലാവരും പറയലുണ്ട്. എങ്കിലും നിങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടിയിട്ടാണെങ്കിലും അരിച്ചെടുത്തിട്ട് മാത്രമേ നമ്മുടെ പാക്ക് ഉപയോഗിക്കാൻ പാടുള്ളൂ. അല്ലാതെ ഒരിക്കലും നമ്മുടെ പാക്ക് നിങ്ങൾ മുടിയിലേക്ക് ഉപയോഗിക്കരുത് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലൊരു തിക്ക് ഫോമിൽ ഒരു ക്രീമി ടെക്സ്ചറിലാണ് നമ്മുടെ പാക്ക് ഇന്ന് കിട്ടുക. അപ്പോൾ ഇനി നമ്മുടെ പാക്ക് മുടിയിൽ സ്കാൽപ്പിലൊക്കെ തേച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് പാക്ക് തേക്കുന്നതിന് മുമ്പായിട്ട് മുടിയൊക്കെ ആദ്യം ഒന്ന് ചീകി കെട്ട് കളഞ്ഞ് വെക്കാം കേട്ടോ. നമ്മൾ ഈ പാക്കല്ല, നമ്മൾ ഏത് പാക്ക് തേക്കുന്നതിന് മുമ്പായിട്ട് മുടി നന്നായിട്ട് ചീകി കെട്ട് കളഞ്ഞിട്ട് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ നമ്മൾ ഏത് പാക്ക് ഉപയോഗിക്കുമ്പോഴാണ് നമുക്ക് എന്താ പറയുക മുടി പൊട്ടിപ്പോകും കേട്ടോ. നമ്മൾ പ്രത്യേകിച്ച് നമ്മളിങ്ങനെ മുടിക്ക് ഡ്രൈനെസ് ഉണ്ടാക്കുന്ന പാക്കൊക്കെ ആകുമ്പോൾ നമ്മൾ മുടി ചീകി കെട്ട് കളയാതെയാണ് പാക്ക് ഉപയോഗിക്കുന്നതെങ്കിൽ മുടി പൊട്ടിപ്പോകാൻ ചാൻസ് കൂടുതലാണ്. ഞാൻ മുടിയൊക്കെ ചീകി വെച്ചതാണ്, പിന്നെയും വെറുതെ ഒന്ന് ചീകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ പാക്ക് ഉപയോഗിക്കുന്നതിന് മുമ്പായിട്ട് നന്നായിട്ട് മുടിയൊക്കെ ചീകി കെട്ട് കളഞ്ഞ് വെക്കുക. എന്നിട്ട് നമുക്ക് കുറച്ച് ഓയിലും കൂടി മുടിയിൽ തേക്കാം കേട്ടോ. നമ്മുടെ ഇന്നത്തെ പാക്കിൽ നമ്മളിപ്പോൾ തേങ്ങ ചേർത്തിട്ടുണ്ട് എങ്കിൽ കൂടിയും കുറച്ച് ഓയിൽ തേച്ച് കൊടുക്കണം. കാരണം കരിഞ്ജീരകം, ഉലുവ, കഞ്ഞിവെള്ളം ഈ മൂന്നും അത്യാവശ്യം മുടിക്ക് ഡ്രൈനെസ് ഉണ്ടാക്കുന്നതാണ്. അപ്പം നമ്മുടെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് കുറച്ച് ഓയിൽ, ഒരുപാട് ഓയിലൊന്നും തേക്കേണ്ട ആവശ്യമില്ല. കുറച്ച് ഓയിൽ എടുത്തിട്ട് മുടിയിലും സ്കാൽപ്പിലും മുടിയുടെ അറ്റത്തൊക്കെ ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുത്താൽ മതി.
അപ്പൊ ഇനി നമുക്ക് പാക്ക് തേച്ച് കൊടുക്കാം കേട്ടോ. അപ്പൊ നമ്മുടെ ഇന്നത്തെ പാക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ നല്ലൊരു ക്രീമി ഫോമിലായതുകൊണ്ട് തന്നെ നമുക്ക് തേക്കാൻ നല്ല എളുപ്പമാണ്. അരിക്കാൻ മാത്രമേ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവുള്ളൂ കേട്ടോ. എന്നാലും നിങ്ങൾ അരിച്ചിട്ട് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഞാൻ പറഞ്ഞത് നമ്മുടെ ഷിഫോണിന്റെ തുണിയൊക്കെ ഇല്ലേ, ഷിഫോണിന്റെ ഷോള്, പിന്നെ അല്ലെങ്കിൽ തോർത്ത് ഉപയോഗിച്ച് അരിച്ചെടുക്കുകയാണെങ്കിലൊക്കെ നമുക്കിത് പെട്ടെന്ന് അരിച്ചെടുക്കാൻ വേണ്ടി പറ്റും. പിന്നെ എല്ലാ പാക്കും പറയുന്ന പോലെ തന്നെ സ്കാൽപ്പിൽ നന്നായിട്ട് തേച്ച് കൊടുക്കുക. എന്നിട്ട് മാത്രം നിങ്ങൾ മുടിയിൽ തേച്ച് കൊടുത്താൽ മതി കേട്ടോ. പാക്ക് തേക്കാൻ നല്ല എളുപ്പമാണ്. പിന്നെ നല്ല തണുപ്പുണ്ട് കേട്ടോ. ഉലുവയും കഞ്ഞിവെള്ളം ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തണുപ്പുണ്ട്. അപ്പോൾ മുടിയിൽ കവർ ചെയ്ത് തന്നെ തേക്കട്ടെ. കവർ ചെയ്തെന്ന് വെച്ചാൽ സ്കാൽപ്പ് കംപ്ലീറ്റ് തേച്ചിട്ട് മുടിയിൽ നിങ്ങൾ തേച്ച് കൊടുത്താൽ സ്കാൽപ്പിൽ എല്ലായിടത്തും ആവാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, ഇതെൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള പാക്കാണ്. എനിക്ക് അത്യാവശ്യം നല്ല റിസൾട്ട് തന്നിട്ടുള്ള പാക്കാണ്. എൻ്റെ ഹെയർ കെയറിൽ എനിക്ക് കരിഞ്ജീരകം ഒരിക്കലും മാറ്റി നിർത്താൻ വേണ്ടി പറ്റില്ല കേട്ടോ. കരിഞ്ജീരകം എണ്ണ, കരിഞ്ജീരകം ഹെയർ പാക്ക്, ഇതൊക്കെയാണ് എൻ്റെ ഹെയർ കെയറിൽ ആ ഒരു വിസിബിൾ ആയിട്ടുള്ള ചേഞ്ച് എനിക്ക് തന്നിട്ടുള്ളത് ഈ ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ഒരിക്കലും എനിക്ക് എൻ്റെ ഹെയർ കെയറിൽ കരിഞ്ജീരകം മാറ്റി നിർത്താൻ വേണ്ടി പറ്റില്ല. കരിഞ്ജീരകം ഉപയോഗിക്കാത്തവരാണെങ്കിൽ നിങ്ങൾ ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല റിസൾട്ടാണ്. ഇപ്പോൾ മുടി വളരുന്നില്ല, മുടിക്ക് ഉള്ളില്ല എന്നൊക്കെ പറയുന്നവർ എന്തായാലും ഈ ഒരു ഹെയർ പാക്ക് നിങ്ങളുടെ റുട്ടീനിൽ നിങ്ങളൊന്ന് ഉൾപ്പെടുത്തി നോക്കുക കേട്ടോ. എന്തായാലും നിങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള റിസൾട്ട് ഉണ്ടാവും. അത്രയ്ക്ക് ഉറപ്പുള്ളതുകൊണ്ടാണ് കേട്ടോ ഞാൻ നിങ്ങളോട് വീണ്ടും വീണ്ടും ഇത് പറയുന്നത്. പിന്നെ കഴിഞ്ഞ ദിവസം ഞാൻ കമൻറ്റിന് മറുപടി തരാൻ കുറച്ച് വൈകിട്ടുണ്ടായിരുന്നു. എന്താണ് റിപ്ലൈ ഇല്ലാത്തതെന്നൊക്കെ എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം സിനിമയ്ക്ക് പോയതുകൊണ്ടാണ് കേട്ടോ. ഞാൻ ആടുജീവിതം കാണാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. നല്ല മൂവിയാണ് കേട്ടോ. നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ മസ്റ്റ് വാച്ചിങ് ആയിട്ടുള്ളൊരു മൂവിയാണ്. നല്ല സൂപ്പർ ആയിട്ടുള്ള മൂവിയാണ്. നിങ്ങളിപ്പോൾ ആടുജീവിതമൊക്കെ നോവലൊക്കെ വായിച്ചിട്ടുള്ളവർക്ക് അതിൻ്റെയൊക്കെ കഥയൊക്കെ അറിയായിരിക്കും. അപ്പം എന്തായാലും ഞാൻ ആദ്യം മുതലേ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു മൂവിയായിരുന്നു കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഡേ തന്നെ കാണണം എന്നുള്ളതൊരു ആഗ്രഹമായിരുന്നു. അപ്പോൾ എന്തായാലും കണ്ടു. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ ഒരുപാട് പേരെ ഞാൻ അവിടുന്ന് കണ്ടിട്ട്, ഒരുപാട് പേരല്ല, ഒരു രണ്ട് മൂന്നല്ല 4-5 പേരെ ഞാൻ അവിടുന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും എന്നോട് വന്ന് സംസാരിച്ചു. ഒരുപാട് സന്തോഷമായിട്ടോ. എന്നെ കണ്ട് തിരിച്ചറിഞ്ഞ് ഓടി വന്ന് സംസാരിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ, കാണാൻ പറ്റുമെങ്കിൽ നിങ്ങൾ എന്തായാലും പോയി കാണേണ്ട ഒരു മൂവി തന്നെയാണ് കേട്ടോ. പിന്നെ നമ്മുടെ പാക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ റുട്ടീനിൽ നമുക്ക് ആഴ്ചയിൽ ഒരു തവണയൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു പാക്കാണ്. ഒരു തവണ ചെയ്താൽ തന്നെ മതി കേട്ടോ. പിന്നെ ഈ ഒരു പാക്ക് നമ്മൾ കെരാറ്റിൻ പാക്കൊക്കെ ചെയ്യില്ലേ, അതേപോലെ തന്നെ ഒറ്റ യൂസിൽ നമ്മുടെ മുടിക്ക് ആ ഒരു വിസിബിൾ ആയിട്ടുള്ള ചേഞ്ച് തരുന്ന ഒരു പാക്കാണ്. ഇപ്പോൾ ഉള്ളില്ലാത്ത മുടിയൊക്കെ ആണെങ്കിൽ നമുക്ക് ഒറ്റ യൂസിൽ തന്നെ നമുക്ക് ഉള്ളുള്ളതായിട്ട് ഫീൽ ചെയ്യിക്കാൻ സഹായിക്കുന്ന ഒരു പാക്കും കൂടിയാണ്. പിന്നെ നിങ്ങൾ റുട്ടീനിൽ കറക്റ്റായിട്ട് ഇത് ഫോളോ ചെയ്യുകയാണെങ്കിൽ മുടിക്ക് റിയൽ ആയിട്ട് ഉള്ളു വരാനും സഹായിക്കുന്ന ഒരു പാക്കാണ് കേട്ടോ. എല്ലാവരുടെയും പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മുകളിൽ ഉള്ളുണ്ട്, താഴത്തേക്ക് വരുമ്പോൾ ഇങ്ങനെ കോല് പോലെ ആവുന്നു എന്നുള്ളതാണ്. അത് നമ്മുടെ മുടി പൊട്ടി പോകുന്നതുകൊണ്ട്, സ്പ്ലിറ്റൻസ് ഒക്കെ വരുന്നതുകൊണ്ടാണ് നമ്മുടെ മുടിക്ക് അങ്ങനെ സംഭവിക്കുന്നത്. അല്ലാണ്ട് മുടി വളരാതെ അല്ലല്ലോ. നമ്മുടെ സ്കാൽപ്പിൽ മുടി ഉണ്ടെങ്കിൽ എന്തായാലും നമുക്ക് മുടി വളർച്ചയുണ്ട്. അപ്പം താഴത്തേക്ക് മുടി വളരാത്തതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വളരുന്ന മുടി പൊട്ടി പോകുന്നതുകൊണ്ടാണ് നമുക്ക് താഴത്തേക്ക് ഉള്ളു വരാത്തത്. അപ്പോൾ ഇതുപോലെയുള്ള പാക്കുകൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മുടി നല്ല ഹെൽത്തി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നന്നായിട്ട് സഹായിക്കും കേട്ടോ. അപ്പോൾ ഫ്രണ്ടിലും ബാക്കിലൊക്കെ നന്നായിട്ട് തന്നെ നിങ്ങൾ സ്കാൽപ്പ് കവർ ചെയ്ത് തേച്ച് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് മുടിയിൽ പാക്ക് തേച്ച് കൊടുക്കാം. അപ്പം ഞാനിത് ആ പാക്ക് കംപ്ലീറ്റ് ആയിട്ട് സ്കാൽപ്പിലും മുടിയിലൊക്കെ തേച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് മുടി അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഒട്ടിച്ച് വെക്കാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. കെട്ടി വെക്കേണ്ട ആവശ്യമില്ല. ഉലുവ ഉള്ളത് കൊണ്ട് തന്നെ ആ ഒരു സ്റ്റിക്കി ഫോം ആയിരിക്കുമല്ലോ. അപ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മുടി ഒന്ന് ഒട്ടിച്ച് വെക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് അത് അവിടെ നിന്നോളും. അപ്പോൾ ഈ പാക്ക് തേച്ച് കഴിഞ്ഞിട്ട് ഒരു 15 മിനിറ്റ് നേരം വെക്കുകയാണെങ്കിൽ നല്ല റിസൾട്ട് കിട്ടും കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, കഞ്ഞിവെള്ളം ഉണ്ട്, ഉലുവയുണ്ട്, അത്യാവശ്യം നല്ല തണുപ്പാണ്. അപ്പോൾ നിങ്ങൾക്ക് എത്ര സമയം വെക്കാൻ പറ്റുമോ അതിനനുസരിച്ച് നിങ്ങൾ വെച്ചാൽ മതി. അപ്പോൾ ഞാൻ എന്തായാലും ഒരു 15 മിനിറ്റ് നേരം വെക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് കഴുകാം. പിന്നെ കഴുകുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഉലുവ ഉപയോഗിച്ചിട്ടുള്ള പാക്ക് ആയതുകൊണ്ട് തന്നെ ആദ്യം തന്നെ നിങ്ങൾ മസാജ് ചെയ്യാൻ നിൽക്കരുത്. ഒരു 2-3 കപ്പ് വെള്ളം മുടിയിലേക്ക് ഒഴിച്ച് കഴിഞ്ഞിട്ട് പാക്ക് ഒന്ന് കുതിർത്ത് കഴിഞ്ഞിട്ട് മാത്രമേ മസാജ് ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ മുടി ഡ്രൈ ആയിട്ട് പൊട്ടിപ്പോകും കേട്ടോ. ഞാനിത് എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്നതാണ്, നിങ്ങളത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ 2-3 കപ്പ് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നന്നായിട്ട് പാക്ക് കുതിർത്തെടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മുടെ കൈ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് മസാജ് ചെയ്തിട്ട് നമുക്ക് പാക്ക് കഴുകി കളയാം. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾ വേറെ ഷാമ്പോ താളിയോ ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. വെറുതെ വെള്ളത്തിൽ നിങ്ങൾ കഴുകിയാൽ മതി കേട്ടോ. ഉലുവയും കഞ്ഞിവെള്ളം ആയതുകൊണ്ട്
ആയതുകൊണ്ട് തന്നെ നമ്മുടെ സ്കാൽപ്പ് മുടിയൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇത് നന്നായിട്ട് സഹായിക്കുന്നുണ്ട്. പിന്നെ കൂടുതലായിട്ട് വെള്ളം ഉപയോഗിച്ചിട്ട് തന്നെ നിങ്ങൾ കഴുകിയെടുക്കണം. ഉലുവ പാക്ക് ഞാൻ എപ്പോഴും പറയലുണ്ട്, നമുക്കിങ്ങനെ സ്കാൽപ്പിൽ ചിലപ്പോൾ ഇങ്ങനെ പശപശപ്പായി നിൽക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ കൂടുതലായിട്ട് വെള്ളം ഉപയോഗിച്ചിട്ട് മസാജ് ചെയ്തിട്ട് തന്നെ നല്ല വൃത്തിയായിട്ട് തന്നെ നിങ്ങൾ കഴുകിയെടുക്കുക. അപ്പൊ നമ്മുടെ ചലഞ്ചിലെ 15ാമത്തെ ദിവസം നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് മുടിയിൽ ചെയ്തു കൊടുക്കുന്നത്. പിന്നെ കഴുകുന്ന കാര്യം ഞാൻ ഒന്നും കൂടി പറയാണ്, നല്ല വൃത്തിയായിട്ട് തന്നെ നിങ്ങൾ കഴുകി എടുക്കണം കേട്ടോ. ഉലുവ പാക്ക് ആയതുകൊണ്ടാണ് ഇത് എടുത്തെടുത്ത് പറയുന്നത്. നമ്മൾ മുടി കഴുകി കഴിഞ്ഞിട്ട് പാക്കിന്റെ എന്തെങ്കിലും ഒരു അംശം നമ്മുടെ മുടിയിൽ എവിടെയെങ്കിലും നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇച്ചിങ്ങിന്റെ പ്രശ്നം പിന്നെ താരന്റെ പ്രശ്നമൊക്കെ വരാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് നല്ല വൃത്തിയായിട്ട് തന്നെ നിങ്ങൾ കഴുകി എടുക്കുക. പിന്നെ ഏതെങ്കിലും പാക്കൊക്കെ ഉപയോഗിച്ചിട്ട് ഇപ്പൊ നിങ്ങളുടെ മുടി ഒരുപാട് ഡ്രൈ ആയിട്ട് തോന്നുകയാണ്, അപ്പോൾ മുടി ഉണങ്ങി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കുറച്ച് ഓയിലൊക്കെ തേക്കണം തോന്നുകയാണെങ്കിൽ അങ്ങനെ തേക്കുന്നതുകൊണ്ടൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ. നിങ്ങൾക്ക് എന്താണോ കംഫർട്ട് അതിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. പിന്നെ ഇന്നത്തെ ദിവസം നൈറ്റ് ഹെയർ കെയർ നിങ്ങൾ സിമ്പിൾ ആയിട്ട് ചെയ്തു കൊടുത്താൽ മതി. പിന്നെ അടുത്ത ദിവസം 16ാമത്തെ ദിവസം എന്താണ് ചെയ്യേണ്ടതെന്ന് എല്ലാവർക്കും അറിയാം. ഡെയിലി ഹെയർ വാഷ് ചെയ്യുന്നവർക്ക് ഹെയർ വാഷ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. മോർണിംഗ് ഹെയർ കെയറും നൈറ്റ് ഹെയർ കെയറും നിങ്ങൾ കാര്യമായിട്ട് തന്നെ ചെയ്തു കൊടുക്കുക. പിന്നെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണ് ഉള്ളത്. എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി എന്തെങ്കിലും വ്യക്തമാവാത്ത കാര്യമുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റിലൂടെ ചോദിച്ചാൽ മതി. എനിക്ക് അറിയാവുന്ന കാര്യമാണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് നമുക്കിനി അടുത്ത ദിവസം കാണാം.